നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപനിഷത്സിൽ ഛാന്തോക്യ ഉപനിഷത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. 3-ാമത്തെ ചാപ്റ്ററിലെ 17-ാമത്തെ ഖണ്ഡം. സയദശിഷതി യത്പരസതി യന്നരമതേ താ അസ്യ ദീക്ഷാഹ. ഒരുവൻ വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും സ്വയം ആനന്ദിക്കാത്തപ്പോൾ അതാണ് ദീക്ഷ. 2. അഥ യശ്നാദി യശ്ചിപവതി യദ്രമതേ തദുപസദൈവേദി. ഒരുവൻ ഭക്ഷിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ സ്വയം ആനന്ദിക്കുമ്പോൾ അവൻ ഉപാസന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. 3. അഥ യദ്ദസതി യജ്ജക്ഷതി യന്മൈഥുനം ചരതി സ്തുതശസ്ത്രൈവ തദേതി. ഒരുവൻ ചിരിക്കുമ്പോൾ ഭക്ഷിക്കുമ്പോൾ മൈഥുനത്തിൽ ഏർപ്പെടുമ്പോൾ അവൻ മന്ത്രോച്ചാരണത്തിലും ആലാപനത്തിലും സ്തുതശാസ്ത്രം അതായത് പങ്കെടുക്കുന്നു. 4. അഥ യത് തപോദാനമാർജവഹിംസ സത്യവചനമിതി താ അസ്യ ദക്ഷിണാഹ. തപസ്, ദാനം, വിനയം, അഹിംസ, സത്യസന്ധത ഇവ പുരോഹിതന്മാർക്കുള്ള ഒരുവന്റെ പാരിതോഷികങ്ങളാണ്. 5. തസ്മാദാഹു സോഷ്യേതി പുനരുത്പാദനമേവാസ്യ തന്മരണമേവാസ്യാവഭൃതഃ. അതുകൊണ്ട് അവർ പറയുന്നു, അവൻ സൃഷ്ടിക്കും, അവൻ സൃഷ്ടിച്ചു, അവന്റെ പുനർജന്മം അതാണ് മരണം. ഈ ചടങ്ങ് കഴിഞ്ഞുള്ള തർപ്പണമാണ്. 6. തദ്ദൈതയോദ്ധാര അങ്കിരസ കൃഷ്ണായ ദേവകീ പുത്രോ യോക്ത്വാ വാചാ പിപാസ ഏവസ ബഭൂവ സോന്തവേലായ മേദന്ത്രയം പ്രതിപദ്യേദാക്ഷിതമസ്യ ചുനമസി പ്രാണസ്മൻ ശിതമസ്സീതി തത്രൈതേ ദ്വേ ഋചൗ ഭവതഃ. ഘോര അങ്കിരസൻ ഇത്
കൃഷ്ണനോട്, ദേവകി പുത്രനോട് വിവരിച്ചു. അദ്ദേഹം ആഗ്രഹത്തിൽ നിന്ന് മോചനം നേടിയതിനാൽ ഇങ്ങനെയും വിവരിച്ചു: അവസാന കാലത്ത് ഈ 3 ചിന്തകളിൽ അഭയം പ്രാപിക്കണം. നീ അനശ്വരനാണ്, നീ ഇളക്കമില്ലാത്തവനാണ്, നീ പ്രാണന്റെ സത്ത തന്നെയാണ്. ഈ കാര്യത്തിന്മേൽ 2 ഋഗ്വേദ മന്ത്രങ്ങളുണ്ട്. 7-ാമത്തത് ആദിപ്രത്നസ്യ രേതസേ ഉദ്വയം യൻ തമസപരി ജ്യോതി പശ്യന്ത ഉത്തരം സ്വ പശ്യന്ത ഉത്തരം ദേവം ദേവത്ര സൂര്യമഗന്മ ജ്യോതിരുത്തമമിതി. ആദിമമായ വിത്തിൽ നിന്നും പുറപ്പെട്ട പുലർക്കാലത്താൽ അവൻ സ്വർഗത്തെയും തിളക്കമുള്ളതായി കാണുന്നു. ചുറ്റുമുള്ള ഇരുട്ടിൽ നിന്നും നാം ആ ഉയർന്ന പ്രഭ കണ്ട് ആ പ്രഭ ദർശിച്ച് സൂര്യന്, ദേവന്മാരിൽ ദേവന്, ഞങ്ങൾ ആ ഉയർന്ന പ്രഭ നേടുന്നു, അതേ ഉയർന്ന പ്രഭ നേടുന്നു. ഇവിടെ ഛാന്തോക്യ ഉപനിഷത്ത് നമ്മുടെ യഥാർത്ഥ നേച്ചറെ കുറിച്ചിട്ട് പറയുകയാണ്. നമ്മളെല്ലാവരും ആ ഒറിജിനൽ എസൻസ് തന്നെയാണ്. ബാബുജി മഹാരാജ് തം എന്ന് പറയുന്നു, ആദ്യമായിട്ടുള്ള വിത്ത് എന്ന് ഇവിടെ പറയും. ആദ്യമായിട്ട് വിത്ത് ഉദ്ഭവിക്കുന്നത് ആ തമ്മിൽ നിന്നാണ്. ചുറ്റുമുള്ള അന്ധകാരത്തിൽ കേന്ദ്രീകൃതമാവുകയാണ്, ഐഡന്റിറ്റിയായി മാറുന്നു. അതാണ് സെന്റർ ഗോഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അഹംബോധത്തിന്റെ ആരംഭം സെന്റർ രൂപീകരണത്തിലൂടെ തുടങ്ങും. ആ സെന്ററാണ് പിന്നീട് സൃഷ്ടാവായിട്ട് പരിണമിക്കുന്നത്. ആ സൃഷ്ടാവാണ് ഞാൻ എന്നുള്ള ഭാവമായിട്ട് നമ്മുടെ ഉള്ളിൽ, ആത്മൻ എന്നുള്ള ഭാവമായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മനും ആത്മനും ഒന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാം അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ, യൂണിറ്റിയിൽ ഞാൻ, ഐ, അതൊന്നു തന്നെയാണ്. ആ ഐ ഒരിക്കലും മരിക്കുന്നില്ല. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഐയാണ് എൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ എന്ന് പറയുന്നത്. ഓരോരുത്തരും ഞാൻ എന്ന് പറയുമ്പോൾ ശബ്ദം വരുന്ന എവിടുന്നാണ്? ആ ഒറിജിനലിൽ തന്നെയാണ്. അപ്പൊ ഞാൻ ആ ആദിമമായിട്ടുള്ള ഐ തന്നെയാണ്, ഐഡന്റിറ്റി തന്നെയാണ്, സീഡ് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മരണം സംഭവിക്കില്ല. ഇങ്ങനെ മരണം സംഭവിക്കുക കാരണം ഞാൻ ആദിമമാണ്, ഒറിജിനലാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു: ന ജായതേ മ്രിയതേ വാ കഥാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരം വച്ചാലും ഞാൻ മരിക്കുന്നില്ല, ആത്മൻ മരിക്കുന്നില്ല. അതാണ് ഞാൻ. അഹം ആത്മാ ഗുഡാകേശ എന്ന് ഭഗവാൻ പറയുന്നു. അഹമാണ് ആത്മൻ. അഹം ഒരിക്കലും മരിക്കില്ല. അഹം അതിന്റെ പൂർണ്ണാവസ്ഥയിൽ വിലയം പ്രാപിക്കുമ്പോൾ അഹം എന്നുള്ള പദം അവിടെ ഇല്ലാണ്ടേ മാറും, ഞാനെന്ന് പറയാണ്ടേ മാറും. എന്നാൽ അബ്സല്യൂട്ട് വിനയം, ഹ്യൂമിലിറ്റി. ഞാൻ ചെയ്തു എന്ന് പറയില്ല, എല്ലാം അവിടുന്ന് ചെയ്യപ്പെടുകയാണ്. എൻ്റെ ഗുരുനാഥൻ എന്ന് മാസ്റ്റേഴ്സ് പറയുന്നു. അബ്സല്യൂട്ട് ഈശ്വരൻ എന്ന് പറയുന്നു. ഒരിക്കലും ഞാൻ ചെയ്തു എന്ന് പറയില്ല. പക്ഷേ ചെയ്യുന്ന ഒരാളുണ്ട്, ആ ഈശ്വരൻ, മാസ്റ്റർ. അതും എൻ്റെ ഹയർ സ്റ്റേറ്റ് ആണ്. അത് അംഗീകരിച്ചുകൊണ്ട് ഹ്യൂമിലിറ്റിയോടെ പറയുന്നത്. ഈ സീഡിന് ആ ഒറിജിനൽ ആയിട്ടുള്ള ആ എസൻസ് ഇല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പൊ ആ ഒരു കണക്ഷൻ അവിടെ ആവശ്യമുണ്ട് എന്ന് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും, ഫിസിക്കൽ റിലേഷൻ, സ്ത്രീ പുരുഷ റിലേഷൻ, മൈഥുനം, ഇവിടെ ഛാന്തോക്യ ഉപനിഷത്ത് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ആനന്ദം നൽകുന്നത് മൈഥുനമാണ് എന്നാണ് തൈത്തിരീയ ഉപനിഷത്ത് പറയുന്നത്. അപ്പൊ അവിടെയും നമ്മൾ ഈ സ്മരണ വേണം. ഇവിടെ കിട്ടുന്ന ആനന്ദം ടെമ്പററി ആണെങ്കിലും എന്നെ ആ ഒറിജിനൽ സ്റ്റേറ്റിന്റെ ഒരു ഗ്ലിംസ് തരുന്നു. വിശക്കുമ്പോൾ, നമ്മൾ ദാഹിക്കുമ്പോൾ ശരിക്കും നമുക്ക് ദീക്ഷ കിട്ടുകയെന്ന് പറയുന്നത്. കാരണം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാണ്, എനിക്ക് ഈ ലോകത്തിന്റെ ആവശ്യമുണ്ട് എന്ന് റെക്കഗ്നൈസ് ചെയ്യണം. അപ്പൊ ലോകം ഗുരുനാഥനായി മാറുകയാണ്. വിശക്കുമ്പോൾ എനിക്ക് ഭക്ഷണം തരണം, ഭക്ഷണം വേണം, ആരെയും കൊടുക്കണം. എത്ര പൈസ ഉണ്ടെങ്കിൽ ഭക്ഷണം ആരും തരണ്ടേ, പ്രപഞ്ചം തരണ്ടേ. അപ്പൊ നമ്മൾ കൈനീട്ടി നിൽക്കുന്നു, വായ തുറന്നു നിൽക്കുന്നു. ചകോരം എന്നുള്ള പക്ഷിയുണ്ട്, നമ്മൾ അറിയാണ്ട് ചകോരങ്ങളായി മാറുന്നു. എത്ര പൈസ ഉണ്ടെങ്കിലും യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് വിഷമാണ് ഭക്ഷണം കിട്ടാൻ. കോവിഡ് കാലത്ത് എന്ത് ബുദ്ധിമുട്ടി. അപ്പൊ ആ ബ്ലെസ്സിങ് ആയിട്ട് അതിനെ കാണണം. ഭക്ഷണം തരുന്നത് ഈശ്വരനാണ്. അതുകൊണ്ടാണ് നിരന്തര സ്മരണ വേണമെന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. അപ്പൊ ആ ഒരു സ്മരണയിൽ നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഈശ്വരനുമായിട്ടുള്ള യോഗത്തിലാവും, പ്രപഞ്ചവുമായി യോഗത്തിലാവും. ഞാനെന്നുള്ള എൻറ്റിറ്റി പൂർണ്ണതയുടെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിയുന്നു ഈ ഓരോ പ്രവൃത്തിയിലും. ഇത് പ്രവൃത്തിയിലൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രക്രിയകൾ. മൈഥുനമായാലും ഇപ്പോൾ അഘോര എന്നുള്ളൊരു വർഷിപ്പ് ഉണ്ട്.
ഇവിടെയുള്ള ഏറ്റവും ഘോരമായിട്ടുള്ള മിസറീസ് ഉയരണം എന്നുണ്ടെങ്കിൽ ഈ മിസറീസ് നമ്മൾ അനുഭവിക്കണം. അതുകൊണ്ട് അവരുടെ സാധനാ രീതികൾ വളരെ വിചിത്രമാണ്. ഇവിടെ നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു അതിൽ നിന്നും വിമുക്തി നേടുന്നു. ഡേഞ്ചറസ് ആയിട്ട് തോന്നാം നമുക്ക്, പക്ഷെ അതിനും ഒരു സ്പിരിച്വൽ ബേസിസ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് അതൊന്നും വേണമെന്ന് ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. ഹാർട്ട്ഫുൾനെസ് അതൊന്നും ആവശ്യമില്ല. നമ്മളെ ആക്സെപ്റ്റൻസ് ഇരുന്നാൽ മതി. മാസ്റ്റർ പ്രാണാഹുതി തരുന്നു, നമ്മൾ തയ്യാറായാൽ മതി. സ്വീകരിക്കുക, തേഴ്സ്റ്റി ആയിരിക്കുക, ദാഹിക്കുക. അതാണ് ബാപ്പുജിമാരെ, നിങ്ങൾ എത്ര തേഴ്സ്റ്റിയാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഡിസ്പേഴ്സൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് ദീക്ഷ, ഈശ്വരന്റെ മാസ്റ്ററുടെ ദീക്ഷ ലഭിക്കാൻ നമ്മൾ അത്രയും തേഴ്സ്റ്റിയാണ്. എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ തൃപ്തനാവില്ല അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വരാതെ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വസിക്കാതെ, അതിൽ പെർമനന്റ് ആയിട്ട് വസിക്കാത്ത ഒരു സ്റ്റേറ്റിൽ എനിക്ക് ഒരിക്കലും സംതൃപ്തി ലഭിക്കും. അതുവരെ ഞാൻ എന്താ പറയാ, റെസ്റ്റ്ലെസ് ആണ്. അതാണ് ബാബുജിമാർ റെസ്റ്റ്ലെസ്നെസ് പറയുന്നത്. ഈ ഒരു ക്രേവിങ് ഉള്ളിൽ സൃഷ്ടിക്കണം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും. അപ്പൊ അങ്ങനെയാകുമ്പോൾ അറിയാത്ത ആ ക്രേവ് വരുമ്പോൾ നമ്മൾ അത് തന്നെയായിട്ട് മാറും, മാസ്റ്റർ തന്നെയായിട്ട് മാറും. കാരണം ഞാൻ അവിടെ ഇല്ലാണ്ടേ മാറും. ഇതൊക്കെ ഇൻവേർട്ടൻഡോസ് ആണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാനാണ് ശരിക്കും ഈ സാധന മുഴുവൻ ചെയ്യുന്നത്. അബ്സല്യൂട്ട് ആയിട്ടൊരു ക്രേവിങ്, സബ്മിഷൻ, സറണ്ടർ, സെൽഫ് സാക്രിഫൈസ് എന്നൊക്കെ നമ്മൾ പറയും. എന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ആ ദാഹം നമ്മുടെ ഉള്ളിലെല്ലാം മാസ്റ്റർ സ്വീകരിക്കാനുള്ള ആ പൂർണ്ണമായിട്ടുള്ള വാക്വിറ്റി നമ്മുടെ ഉള്ളിലെല്ലാം വന്നു ചേരട്ടെ. ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.